ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നിവിൻ. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊച്ചിയിലെ തമ്മനത്ത് വൻ വാട്ടർ ടാങ്ക് തകർന്ന് വീടുകൾ വെള്ളത്തിലായി, വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 2026 മിഡ് ടേമിൽ ഉയർന്ന വൈദ്യുതി ബില്ലുകളിലും ഡാറ്റാ സെന്ററുകളിലും US വോട്ടർമാരുടെ രോഷം രൂക്ഷമാകുന്നു. ലെൻസ്കാർട്ട് ഓഹരി വിപണിയിൽ ദുർബലമായതോടെ നഷ്ടം തിരിച്ചുപിടിച്ചു. കർണാടകയിലെ തമിഴ്നാട്ടിലേക്കുള്ള സർവീസുകൾ നിർത്താൻ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് അനുമതി നൽകുന്നു. വിവിധ മേഖലകളിൽ ഇന്ത്യയും അങ്കോളയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പരിധിയില്ലാത്ത സാധ്യതകൾ. NBA ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗെയിമുകൾ പരിശീലിപ്പിച്ച ഹാൾ ഓഫ് ഫെയിമർ ലെന്നി വിൽക്കൻസ് 88 വയസ്സിൽ അന്തരിച്ചു. കേരളത്തിൽ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള ഷെഡ്യൂൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കാൻ സാധ്യത. ഇന്ത്യയെ vs ദക്ഷിണാഫ്രിക്കയെ ഓപ്പണർമാരും ഹംസയും ചേർന്ന് സൗത്ത് ആഫ്രിക്കയെ ഒരു വലിയ സ്കോറിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. പരമ്പര തുല്യമാക്കി. ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതുപോലത്തെ ന്യൂസ് കാണാനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.